പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമൽ വളരെ വ്യത്യസ്തമായ ഒരു അമലാണ്. നമ്മൾ ചില ആളുകൾ വരുമ്പോൾ പറയാറുണ്ട്, ഉസ്താദ് എല്ലാവരും നമ്മളെ സ്നേഹിക്കാനും നമ്മൾ പറയുന്നത് അനുസരിക്കാനും നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാകാൻ ഒരു അമൽ അല്ലെങ്കിൽ ദിക്ർ അല്ലെങ്കിൽ ഒരു സ്വലാത്ത് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ചില ആളുകൾക്ക് വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. ചില ആളുകൾക്ക് ഒരു വില ഉണ്ടാവില്ല, അല്ലേ? കുടുംബത്തിലുണ്ടാവില്ല, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടാവില്ല, മക്കൾക്കിടയിലുണ്ടാവില്ല. ഏതായിരുന്നാലും എല്ലാവരും നമ്മളെ സ്നേഹിക്കാൻ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോടൊരു മാധുര്യം, ഒരടുപ്പം, ഒരു സ്നേഹം തോന്നാൻ പറ്റിയ ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇതൊന്ന് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് വിജയം കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ചെറിയ കഷ്ണം തുണി, വെള്ളയാവാം, പച്ചയാവാം, ചുവപ്പായതും ആവാം, ഒരു ചെറിയ കഷ്ണം തുണി അതെപ്പോഴും നിങ്ങളെ കയ്യിൽ കരുതുക. അതിലെപ്പോഴും സുഗന്ധം അത്തർ പൂശിയിട്ട് എപ്പോഴും ഒരു തുണി നിങ്ങൾ കയ്യിൽ കരുതുക ഇൻഷാ അല്ലാഹ്. അത് നല്ല അത്തറൊക്കെ പൂശിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങാൻ സമയം, എപ്പോഴാണോ നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങുന്നത് ആ സമയം എന്തു ചെയ്യുക, അതിലേക്ക് യാ വദൂദ് യാ അല്ലാ എന്നുള്ള ഇസ്മ, നമുക്കെല്ലാവർക്കും അറിയാം, മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടി നമുക്കെപ്പോഴും ചൊല്ലാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഇസ്മാണ് യാ വദൂദ് എന്നുള്ളത്. ഈ യാ വദൂദ് എന്നുള്ളതിൻ്റെ അതത് 20 അപ്പോൾ 20 തവണ യാ വദൂദ് യാ വദൂദ് അല്ലെങ്കിൽ യാ വദൂദ് യാ അല്ലാ എന്ന് നിങ്ങൾ ചൊല്ലിയിട്ട് അത്തർ പൂശിയ ആ തുണിയിൽ ഊതുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, യാ ലത്തീഫ് യാ അല്ലാ എന്ന് 129 തവണ. ഒരു ദിവസം നിങ്ങൾ എപ്പോഴെങ്കിലും സുബൈക്ക് ശേഷം എപ്പോഴെങ്കിലും ഇതൊന്ന് ചൊല്ലിയിട്ട് ആ തുണിയിൽ ഊതുക, കയ്യിൽ ഊതിയിട്ട് നിങ്ങളെ മുഖം ഒന്ന് തടവുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുഖം പ്രകാശമുള്ളൊരു മുഖമായി മാറും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു സ്നേഹവും ദയവും ഒക്കെ തോന്നും. ഒരു വാശിയും ദേഷ്യമൊക്കെയുള്ള ആൾക്കാരാണ്, അതൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ച് തുടങ്ങും ഇൻഷാ അല്ലാഹ്. ഇതൊന്നും ചെയ്തു നോക്കൂ. ചെറിയ അമലാണ്, എപ്പോഴും ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന അമലാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ സന്തോഷം സമാധാനമൊക്കെ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ചികിത്സയ്ക്ക് വേണ്ടി വീട്ടിലേക്ക് വരുന്ന ആളുകൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് വരിക. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.